കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അച്ഛൻ ഇന്ന് മിക്കവാറും മുടിയൻ ചേട്ടനെ നിർത്തി പൊരിക്കുമമ്മ. ഒരിക്കൽ കറിവയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു. എങ്ങനെ ഇരിക്കണ്? പുതിയ കമ്പനി, പുതിയ ലോകം, പുതിയ കൂട്ടുകാര്, പുതിയ ശീലങ്ങൾ അനുഭവിച്ചാടേ കുട്ടമ്പിള നമ്മളെ. അതെ, ഇനി കുട്ടമ്പഴ മുളക്കരി പിടിച്ചോ. ഞാനൊരു കാര്യം പറയാട്ടാ, നീ ഇതിന്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കരുത്. പിന്നെ ഇതിന്റെ പേര് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാതെ അങ്ങ് കുഴിപ്പള്ളത്തിന്റെ അമ്മായി അമ്മയുടെ വഴക്കുണ്ടാക്കാൻ പറ്റും. എന്ത് പറഞ്ഞാൽ കുഴിപ്പളത്ത് കയറി പിടിക്കണം എന്തിനാ? പൊന്നു ചേച്ചി ഒന്നും മിണ്ടാണ്ടിക്ക്, അല്ലെങ്കിൽ തന്നെ സീൻ കോൺട്രാണ്. ചേച്ചി കൂടി കയറി കൂടുതലാക്കേണ്ടത്. അല്ല, ശരിക്കും അവ എന്താണ് ഇതിന്റെ അടുത്ത് ചോദിച്ചത്? എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു അവര് പാർട്ടിക്ക് അവനെ പ്രതീക്ഷിക്കണമെന്ന് അവർ പറഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ട് അവനോട് ചോദിച്ചു എന്ന് മദ്യം കഴിക്കുമോ എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു കഴിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു ബിയർ കഴിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഒരു ബിയർ കഴിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു ഞാൻ ഒരു ബിയർ കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു നിന്റെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഉമ്മയും തന്ന് താങ്ക്സും പറഞ്ഞിട്ട് അങ്ങ് പോയി. നീ അതിലെ വീണ് എന്നാ ചെറുക്കനെ പറഞ്ഞു വിലക്കല്ല അല്ലേ? ഞാൻ അവനെന്താ വേണ്ടത്? 5-10 വയസ്സുള്ള കുട്ടിയൊന്നുമല്ല, 28 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അവൻ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പിന്നെ വേണ്ടെന്ന് പറയണോ? പിന്നെ മാത്രമല്ല അവൻ നമ്മളോട് ആരോടും പെർമിഷൻ ചോദിക്കാതെ പോയി കുടിച്ചിട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ അത് പറയാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. അങ്ങനെ ഒന്നും മിണ്ടണ്ട, എന്താവെന്ന് നോക്കട്ടെ. നമ്മൾ അവനെ വിലക്കാനും പോകണ്ട, ഒന്നും ചോദിക്കാനും പോകണ്ട. അവൻ എന്താണോ ചെയ്യുന്നത് അത് നമുക്ക് നോക്കാം. നമ്മളൊന്നിനുമില്ലേ, ഇനി കാണാൻ കിടക്കണേ ഉള്ളൂ കാഴ്ചകള്. ഞാൻ പോളി ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പാർട്ടിക്ക് പോകാൻ പോണത്. അറിഞ്ഞ ഓഫീസ് പാർട്ടിയുടെ കാര്യം പറഞ്ഞായിരുന്നാ? ഇന്ന് കേരളത്തിൽ കിട്ടാവുന്ന എല്ലാ ഫുഡും ഞങ്ങളുടെ പാർട്ടി കിട്ടും. പക്ഷെ നിങ്ങളാരും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ, സോറി. മുന്തിയന മദ്യമൊന്നും ഇല്ലടേ, മുന്തിയന മദ്യമൊന്നുമില്ലേ? യെസ് ഓഫ് കോഴ്സ്, എല്ലാം MDയുടെ മേൽനോട്ടത്തിലാണ്. മുന്തിയനം മദ്യകൾ, ബിയർ, ലിക്കർ, എവറിത്തിങ് ഇസ് അവൈലബിൾ. ഏത് ഡ്രസ്സ് ഇടുന്ന ഞാൻ ആലോചിക്കണത്? നീ ഏത് ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോലും കുഴപ്പമില്ല, ആ ഡ്രസ്സ് തന്നെ നീ തിരിച്ചു തരണം. വഴിയിലൊന്ന് ഊഴി വീഴരുത്. എന്തോന്നാണ് ഇത്? ക്ലാസ് പാർട്ടിയാണ്. ഞാൻ അവിടെ പോയി ഡാൻസ് മാത്രമല്ല അമ്മ ഇവിടെ നോക്ക്, ഇംഗ്ലീഷ് സോങ്സ് ഇറക്കം പാടുന്നുണ്ട്. ഇന്നത്തെ എന്റെ ടാലന്റ് പ്രൊഫഷണൽ ടാലന്റ് അല്ലാണ്ട് എന്റെ കലാപരമായിട്ടുള്ള ടാലന്റ് ഓൾ സ്റ്റാഫ്സ് കാണും. ലേറ്റ് ആയി പോണ്. വാ, ഓക്കെ. സ്വയം പൊങ്ങി അച്ഛനെ അടുത്ത പ്രാവശ്യം കൊണ്ടുപോട്ടാ. മദ്യം, ഡാൻസ്, പാട്ട്, തികഞ്ഞ ഒരാണിന്റെ എല്ലാ വിളയാട്ടവും കാണിച്ചു തുടങ്ങി. അച്ഛാ, ഇതൊക്കെ കാണിച്ചതിനൊപ്പം തികഞ്ഞൊരാളായതാണോ? എനിക്ക് വാച നീ കുട്ടമ്പഴ വിളിച്ച് പറ, ഓണത്തിന് വരുമ്പം ഒരു ഫുൾ ബോട്ടിൽ മദ്യം കൊണ്ടുവരാൻ പറ. ചെറുമോനെന്ന് പറഞ്ഞാലും മരുമോനെന്നേ കേൾക്കുള്ളൂ. എന്ത് വെച്ച് മുഖമൊക്കെ വല്ലാണ്ടിരിക്കണേ? ഒന്നുമില്ല, നീ നിന്റെ അമ്മ വിളി. അമ്മേനെ? ആ ഒന്നുമില്ലടേ, ഒന്നുമില്ല. അമ്മ വിളി, അമ്മ വിളി. അമ്മാ, അച്ഛൻ വിളിക്കണം. അവ എന്ത് ധൈര്യത്തിൽ നിന്റെ മുഖത്ത് നോക്കി ബിയർ കുടിക്കുമെന്ന് പറഞ്ഞത്? ബിയർ കുടിക്കുമെന്നല്ല പറഞ്ഞേ, ബിയർ കുടിച്ചോട്ടെ. കുടിച്ചോട്ടെ എന്ന് ചോദിച്ചോ? അപ്പൊ ഞാൻ ഒരു ഫുൾ എടുത്ത് ഇവിടെ ചടിച്ചോട്ടെ? അടിച്ചിട്ട് നേരെ നെയ്യാറ്റിക്കലേക്ക് വിട്ടു. നിങ്ങളെല്ലാരും ഇവിടെ ഉണ്ടായിരുന്നല്ലേ? അതെ അമ്മ, ലച്ചു നോക്കി, ഇതിനകത്ത് ഏത് ഷർട്ട് ഇടണം ഒന്ന് പറഞ്ഞുതരാമോ? നിനക്ക് ഇഷ്ടമുള്ള ഇട്. തന്നെ ഇഷ്ടത്തിന് നടന്നോ? ലച്ചു ഏതാ നോക്കി ഒന്ന് പറഞ്ഞടി. 3 ഷർട്ടും കൊള്ളാം, ഇഷ്ടമുള്ള ഏതാന്ന് വെച്ചിട്ടോണ്ട് പോ. ഇനിയിപ്പോ അങ്ങോട്ട് മൊത്തം അടിച്ചോളി ആയിരിക്കുമല്ലോ. യെസ് ചേട്ടാ, പാർട്ടി കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വരുമോ അതോ വഴി വല്ലതും കിടക്കുവോ? വഴി കിടക്കുവന്നാ? അല്ല, വഴിക്ക് കൂട്ടുകാരുടെ വീട്ടിലെങ്ങാനും കിടക്കുവോന്നാണ് ചോദിച്ചത്. അങ്ങനെ അമ്മ, ഞാൻ പറ്റണത്ര നേരത്തെ വരാൻ നോക്കാം. വഴിയൊന്നും തെറ്റരുത്. വഴിയൊന്നും തെറ്റരുതെന്നാ? ഞാൻ ഇതൊന്നും ആദ്യമായിട്ടാണ് കമ്പനിയിൽ നിന്ന് തിരിച്ചു പറഞ്ഞത്. എന്ത് ഇള്ളപ്പിള്ളയാ? അല്ല, ആദ്യമായിട്ട് വരുന്നവരൊക്കെ തോന്നും. ഒന്ന് പോയച്ചെന്ന്. സത്യം പറഞ്ഞ് നിങ്ങളെയൊക്കെ കൊണ്ടുപോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. പക്ഷെ ഫാമിലി അലോഡ് അല്ലെന്നേ. അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്ന പാർട്ടി അല്ലല്ലോ അത്. അതാണ്, പൊട്ടനാണെങ്കിലും വിവരമുണ്ട്. ഞാനേ പെട്ടെന്ന് പോയി റെഡി ആവട്ടെ. പെട്ടെന്ന് റെഡി ആയിപ്പോ, സാധനങ്ങളൊക്കെ നേരത്തെ എത്തിക്കാണല്ലേ? എല്ലാത്തിലും കുറെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ട്. സമയം പോണു, ഞാൻ പോട്ട്. വഴി ഓട്ടം കണ്ടാ നീ തൊട്ട് എല്ലാ പാർട്ടി യവനായിരിക്കും മുന്നിൽ. അടിപൊളി പയ്യല്ലേ, എന്തിനും തയ്യാറ്.
എടീ പടലങ്കാരി നിന്നടല്ല. നിനക്ക് എന്ത് മനുഷ്യ, ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല. നീ ഒരു IAS ആവണേ. ഇതുപോലെ IAS ആ ഞാൻ തോന്നുന്നു ഇന്ത്യൻ അടി സർവീസ്. പോവാച്ചാടുന്നു. അച്ഛൻ പോവും. അങ്ങനെ ഇരിക്കും.